ഈ പറഞ്ഞ പോലെ മെസ്സി, നെയ്മർ, ഒപ്പം തന്നെ റൊണാൾഡോ, ഈ 3 പേരുടെ അവസാന ലോകകപ്പാണ് സംഭവമാണ്. അപ്പോൾ ഇവരുടെ ഫാൻസ് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അറിയാത്ത പല കഥകൾ. അതിലൊരു സ്പെഷ്യൽ പാക്കേജിന്റെ കാര്യം കൂടി പറയാം. ജെയിംസ് സാർ ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷം എന്നുള്ളത് തന്നെയാണ്. ജെയിംസ് സാർ ഉണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയെങ്കിലും വേറെ സാധനം ഉണ്ട്. ഒപ്പം തന്നെ സാർ ഇപ്പൊ ഇവിടെ ഒന്നും പിടിക്കില്ല. സാർ അപ്പൊ കൊണ്ടുവരും നമുക്കറിയാം. ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ സ്പോർട്സ് ചാനൽ ഉണ്ടായിരുന്നില്ല, സ്പോർട്സ് ചാനൽ തുടങ്ങാണ്. നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. 24 ഒരു സ്പോർട്സ് ചാനൽ തുടങ്ങണു. ഞങ്ങൾ സ്പോർട്സുകാർക്ക് ഫുട്ബോൾ മാത്രമല്ല എല്ലാ ഇവൻറ്റിനും നല്ല പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഈ 24 സ്പോർട്സ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഗ്രേറ്റ് ആയിട്ടാണ് പൊളിക്കുക. അതെ, നന്ദി. അത്രേ പറയുള്ളൂ. അതെ, വിജയേട്ടൻ കടുത്ത അർജന്റീന ആരാധകനാണ്. ഞാൻ വിജയേട്ടൻ ആദ്യമായി പരിചയപ്പെടുന്നത് 2016 കോപ്പ അമേരിക്ക സമയത്ത്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ അന്ന് മെസ്സി കോപ്പ അമേരിക്ക ഫൈനലിൽ തോക്കുന്നു. അതോടുകൂടി പുള്ളി ഞാനും അടുത്തടുത്ത് നിന്ന് ഏതാണ്ട് അതായിരുന്നു അവസ്ഥ. അപ്പൊ വെച്ചാൽ അന്ന് മെസ്സി തോറ്റത് മാത്രമല്ല, മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതിന്റെ തലേ ദിവസം ഈ സാധനം എടുക്കാൻ പോയപ്പോൾ ഞങ്ങള് വാനോളം എന്നാ അടിച്ച് നാളെ നമുക്ക് ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞിരുന്ന ഘട്ടത്തിൽ നിന്ന് നെക്സ്റ്റ് ടൈം വന്നപ്പോൾ രണ്ടാൾക്കും മിണ്ടാൻ പോലും ഒന്നുമില്ല. ആ തരത്തിൽ വിജയേട്ടൻ ഈ അർജന്റീനയുടെ കേരളത്തിലെ ഒരു ഐക്കണാണ്. അപ്പൊ ഇത്തവണ പക്ഷെ പുള്ളി എന്താണ് തീരുമാനം എന്നുള്ളത് ചോദിക്കാൻ വിട്ടുപോയി നമ്മള്. അർജന്റീനയ്ക്കൊപ്പം തന്നെയാണ് ഒരിക്കൽ കൂടി മെസ്സിയുടെ കപ്പടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് തന്നെയായിരിക്കും. ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ, അത്യാഗ്രഹം എന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.